നിന്റെ കയർ അഴിഞ്ഞു കിടക്കുന്നു. ഇന്നലെ വരെ ആരൊക്കെയോ നിന്നെ കെട്ടിവെച്ചു. പക്ഷെ ഈ പ്രാർത്ഥനയുടെ അകത്ത് ഏതോ ഒരു സമയത്ത് പരിശുദ്ധാത്മാവ് നിന്നെ തൊട്ടപ്പോൾ കയറഴിഞ്ഞെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ, ബന്ധനത്തെ കുറിച്ച് പറയാനല്ല ഞാൻ ഇന്ന് പകൽ നിൽക്കുന്നത്. പോരാട്ടത്തെ കുറിച്ച് പറയാനല്ല ഞാൻ ഇന്ന് പകൽ നിൽക്കുന്നത്. നെഹമ്യാവ് നേരിട്ട 10 ഭീഷണിയെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു. 8 പ്രാർത്ഥനയെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു. 10 വാതിലിനെ കുറിച്ച് ദൈവദാസന്മാര് പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞു. ഇന്ന് പകൽ ഞങ്ങൾക്ക് ഒറ്റ കാര്യേ പറയാനുള്ളൂ. ഈ പ്രാർത്ഥനയുടെ അകത്ത് ദൈവം നിന്നെ തൊട്ട് കഴിഞ്ഞു. എന്താ ദൈവം തൊട്ടതിന്റെ തെളിവ്? ദൈവം തൊട്ടത് കൊണ്ട് നിന്റെ കയർ അഴിഞ്ഞത്. ഈ പ്രാർത്ഥനയുടെ അകത്ത് ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷം കഴിഞ്ഞ നിമിഷങ്ങളിൽ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നാം കണ്ടു. സ്തോത്രം. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ചില ദിവസങ്ങളായി, ചില മാസങ്ങളായി കർത്തൃദാസൻ വളരെ ശാരീരിക പ്രയാസങ്ങളോട് പടപെട്ടുകയായിരുന്നു. പല പ്രാവശ്യം ഐസിയുവിൽ ഉൾപ്പെടെ അദ്ദേഹം അഡ്മിറ്റായി. പുറത്തു വരത്തില്ല, പ്രസംഗിക്കത്തില്ല എന്ന് ഡോക്ടർമാരും വൈദ്യശാസ്ത്രവും വിധി എഴുതിയ സമയമുണ്ട്. അദ്ദേഹത്തിന്റെ കാലം തീർന്നെന്ന് ലോകം പറഞ്ഞ സമയമുണ്ട്. പലപ്പോഴും ഇവിടെ വന്ന് ഇരുന്നുകൊണ്ട് അദ്ദേഹം പ്രസംഗിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഇന്നത്തെ ദിവസം നമ്മൾ കണ്ട ഒരു കാര്യമുണ്ട്. ആരുടെ സഹായമില്ലാതെ ആത്മാവിൽ അങ്ങോട്ട് എഴുന്നേറ്റ് നിന്ന് ദൈവത്തിന്റെ ദൂത് കൊടുക്കാൻ ഒരു 18കാരനെ പോലെ അഭിഷക്തനെ അധികാരപ്പെടുത്തിയ ഒരു ദൈവത്തെ കൂട്ടുപിടിച്ച് ഞാൻ ഈ പകൽ ആത്മാവിൽ പറയുക, നിന്റെ കയർ അഴിഞ്ഞു കിടക്കുന്നു. എന്താ ഇവിടുത്തെ വിഷയം? ഇവിടുത്തെ വിഷയം ഇസ്രായേലിനെ പ്രവാചകൻ നോക്കുക. ഇസ്രായേലിനെ പ്രവാചകൻ നോക്കിയപ്പം വലിയ തിരമാലയ്ക്കകത്ത് ഇങ്ങനെ ബാലൻസ് തെറ്റി മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലായി ഇസ്രായേൽ. സ്തോത്രം. ഇത് മുങ്ങുക, തിരമാല ഇതിനെ ഇട്ട് അടിച്ച് കറക്കുക. നമ്മൾ വാഷിംഗ് മെഷീനകത്ത് തുണി കറങ്ങുന്നത് കണ്ടിട്ടില്ലേ? ഇതുപോലെ ബാബേൽ ഉൾപ്പെടെയുള്ള സാമ്രാജ്യങ്ങൾ ഇതിനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കറക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇതിനകത്തെ ബുദ്ധിമാന്മാരായ രാജാക്കന്മാര് പറഞ്ഞു, നമുക്ക് ഈ തിരമാല മുറിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. സ്തോത്രം. അപ്പോഴ് കപ്പിത്താന്മാര് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. കപ്പലോട്ടക്കാരോട് ചോദിച്ചാൽ അവർ പറയും, എന്താ ചെയ്യുന്നത്? തിരമാലയും കാലാവസ്ഥയും പ്രതികൂലമാകുമ്പോൾ അവരേതെങ്കിലും ഒരു സ്ഥലത്ത് പായ്മരം നിർത്തിയിട്ട്, ഉണ്ടെങ്കിൽ തീരത്ത് പായ്മരം ഇടും, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് പായ്മരം നിവർത്തിയിട്ട് അവരെ കപ്പലിനെ എന്ത് ചെയ്യും? ആ പായ്മരത്തെ കെട്ടിയിടും. പക്ഷേ ഇവിടെ ദൈവം പറയുക, തിരമാല കാറ്റും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ചിലര് നിന്നെ പായ്മരത്തിൽ കെട്ടിയിടാൻ ശ്രമിക്കുമ്പോൾ ഇന്ന് പകൽ ഞാൻ നിന്നെ വന്ന് തൊടാൻ പോവുക. നീ കെട്ടപ്പെട്ട് കിടക്കേണ്ടവനല്ല. ആർക്കും നിന്നെ കെട്ടിയിടാൻ പറ്റത്തില്ല. പറ, എന്നെ ദൈവം അഴിച്ചതാ. ദൈവം അഴിച്ച എന്നെ ആർക്ക് കെട്ടിയിടാൻ പറ്റും? ഈ വിശ്വസിക്കുന്നുണ്ടോ? അഭിഷക്തന്മാരായ പവർശുള്ള എന്റെ കൂട്ടുപ്രവർത്തകരായ എന്റെ കൊച്ചു സഹോദരന്മാരോട് ഞാൻ ആത്മാവിൽ ചോദിക്കുക, ദൈവം നിന്നെ അഴിച്ചു വിട്ടാൽ ഏത് അസൂയയ്ക്ക് നിന്നെ കെട്ടിയിടാൻ പറ്റും? ദൈവം നിന്നെ അഴിച്ചു വിട്ടാൽ പരിശുദ്ധാത്മാവനോട് പറയാൻ പറയുന്നു, അവന്റെ കെട്ടഴിപ്പി അവൻ പോകട്ടെ. ഇവനെ ആവശ്യമുണ്ട്. കർത്താവിന് ആവശ്യമുള്ള, കർത്താവിന് ഉപയോഗിക്കാനുള്ള
ഞാനും പാസ്റ്റർ സാമാർത്തിക്ക് ഇവിടെ നേതൃത്വം നൽകുന്ന ഒരു സഭ പത്തനംതിട്ടയിലുണ്ട്. അതിനകത്ത് പല ദൈവമക്കൾ ഇതിനകത്ത് വന്നിരിപ്പുണ്ട്. അവർ ഈ ദൂതനോട് പ്രതികരിക്കുന്ന ഒരു ശൈലിയുണ്ട്. ആ ശൈലിയിലാണ് ഞങ്ങളുടെ അച്ഛൻ കുച്ചാൻ പുറകിരുന്ന് വചനത്തെ സ്വീകരിച്ചത്. വചനം കേൾക്കുമ്പോൾ ഇരുന്നുകൊണ്ടല്ല പ്രതികരിക്കേണ്ടത്, പന്ത് തെറിക്കുന്നത് പോലെ ആത്മാവി ചാടി എഴുന്നേറ്റ് പ്രതികരിക്കണം. ആ ശബന രഗൽ കടക, നീ കപ്പലാകട്ടോ. കേട്ടെ കേട്ടെ കേട്ടെ, നീ കപ്പല, നീ ചെറിയ കൊതുമ്പ് വള്ളമല്ല, നീ ചെറിയ ബോട്ടല്ല, നീ ആരാ പറ? കപ്പല. സ്തോത്രം. നിന്നെ കെട്ടിയിടുന്നവർക്ക് തോന്നുന്നത് അവരുടെ കണ്ണിന്റെ മുമ്പിൽ നീ ഒരു കൊതുമ്പ് വെള്ളമാ. പക്ഷെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുക, ഹൈ പൊട്ടൻഷ്യൽ ഉള്ള, ഹൈ കപ്പാസിറ്റി ഉള്ള, ഹൈ എനർജി ഉള്ള, ഭയങ്കര അഭിഷേകമുള്ള കപ്പലാദിയ. ധൈര്യത്തോടെ പറ. തെറ്റിദ്ധരിക്കുന്ന സാത്താൻ വിചാരിക്കുക നിന്നെ കെട്ടിയിടാൻ പറ്റുമെന്ന്. ഇന്ന് പകൽ ഉറക്കെ പറ, ഒരു പായ്മരത്തിനും ഒരു ചങ്ങലയ്ക്കും എന്നെ കെട്ടിയിടാൻ പറ്റത്തില്ല. എന്നെ കെട്ടുന്ന ചങ്ങലകളല്ല ചണനൂല് പോലെ അഴിഞ്ഞു മാറുമെന്ന് വിശ്വസിക്കുന്നവർ, അഭിഷക്തന്മാരെ, പ്രിയപ്പെട്ടവരെ, ദൈവദാസന്മാരെ, നിങ്ങൾ ആത്മാവിൽ പ്രതികരിക്കാം. ചിലതിന്റെ ചങ്ങല അഴിയ, ബന്ധന വഴിയുന്നു, കെട്ട് പൊട്ടുന്നു, രോഗം മാറുന്നു, അന്ധകാരം തകരുന്നു. ഇത് ഭയങ്കര ദൈവപ്രവൃത്തിയുടെ പകലാ. കഴിഞ്ഞ 98 മണിക്കൂർ പ്രാർത്ഥിച്ച നിന്നെ, അഭിഷേകത്തിന്റെ തീ വഹിക്കുന്ന നിന്നെ, അധികാരത്തിന്റെ തീ വഹിക്കുന്ന നിന്നെ, ആത്മാവിന്റെ പകർച്ച വഹിക്കുന്ന നിന്നെ ആർക്ക് കെട്ടിയിടാൻ പറ്റും? ആസ്യക്കര പറ്റി ഓടുന്ന ബോട്ടല്ല നീ. ഇന്റർനാഷണൽ യാത്രയ്ക്ക് വേണ്ടി, അന്താരാഷ്ട്ര യാത്രകൾക്ക് വേണ്ടി തുറമുഖങ്ങളിൽ നിന്ന് തുറമുഖങ്ങളിലേക്ക് എത്തപ്പെടേണ്ട കപ്പലാ നീ. ഞാൻ പറയുന്ന ദൂതിനെ ഏറ്റെടുക്കുന്ന ചിലരുടെ വിടുതൽ ഈ നിമിഷം നടന്നുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവ് വലിയവ ചെയ്തുകൊണ്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവർ, ദൂതനോട് പ്രതികരിക്കുന്നവർ, ആത്മാവിൽ പ്രതികരിക്കുന്നവർ ധൈര്യത്തോടെ പറയാൻ, എന്റെ മേലുള്ള നിയോഗം വലുതോ, എന്റെ മേലുള്ള ശുശ്രൂഷ വലുതോ, എന്റെ മേലുള്ള അഭിഷേകം വലുതോ, എന്റെ മേലുള്ള അധികാരം വലുതോ? ഇത് അൺകൗണ്ടബിൾ, ഇത് അൺമെഷറബിൾ പവർ ഓഫ് ഹോളി ഗോസ്റ്റ്. വെള്ളത്തെ അളക്കാം, വായുവിനെ അളക്കാം, ഹല്ലേലൂയ, ആകാരത്തെ അളക്കാം, ശരീരോഷ്മാവിനെ അളക്കാം. പഴയ നിയമത്തിൽ വ്യാപരിച്ച അഭിഷേകത്തെ വരെ അളക്കാൻ പറ്റുമായിരുന്നു. എലീശ അളന്നേച്ച പറഞ്ഞത്, എനിക്കിത് പോരാ, എനിക്ക് ഇരട്ടി പങ്ക് വേണമെന്ന്. എന്നാൽ പുതിയ നിയമസഭയുടെ മേൽ സ്വർഗം പകരുന്ന അഭിഷേകത്തെ അളക്കാൻ ഏത് വ്യക്തിക്ക് കഴിയും? ആർക്ക് കഴിയും? ഈ പകൽ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി അർത്തമീസ് ദേവിയുടെ ക്ഷേത്രമുള്ള ആ വിചാരത്തിനും മന്ത്രവാദത്തിനും മന്ത്രച്ചരടിനും ഭയങ്കര പ്രാധാന്യതയുള്ള ആ വിചാര കുടികൊത്തി വാഴുന്ന എഫെസോസ് പട്ടണത്തിൽ ഈ ദൈവശക്തി വ്യാപരിച്ചു. ചോദിക്കുന്നതിലും പറ, നനയ്ക്കുന്നതിലും അപ്പുറത്ത് നിൽക്കുന്ന ആളിന്റെ തോളെ കൈയിട്ടോണ്ട് പറ, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും. ഈ പകൽ
ബോംബുകൾ പൊട്ടുന്നത് പോലെ ഇതിനകത്ത് ചിലരുടെ കെട്ടുകൾ പൊട്ടുന്നത് ഞാൻ കാണുക. ഈ യോഗം കയ്യടിക്കകത്ത് തീരത്തില്ല. ഈ യോഗം അന്യഭാഷയ്ക്കകത്ത് തീരത്തില്ല. ഈ യോഗം പാട്ടിനകത്ത് ഒതുങ്ങത്തില്ല. ഈ യോഗത്തിനകത്ത് അസാധാരണമായ ദൈവിക ശുശ്രൂഷയുടെ അധികാരം ചലിക്കുക. Yes. Oh. Yes. Shaideraba. Diraragachasi. Hallelujah. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് ഇന്ന് പകൽ എൻ്റെ ശരീരത്തെ തൊടുമ്പോ, എൻ്റെ കുടുംബത്തെ തൊടുമ്പോ, എന്നെ തൊടുമ്പോ ഇനി ഒരു കയറിനും എന്നെ ബന്ധിക്കാൻ പറ്റത്തില്ലെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ കരമുയർത്തിക്കൊണ്ട് ഉറക്കെ പറ, പരിശുദ്ധാത്മാവനെ തൊട്ട് കഴിഞ്ഞു. യെസ്, ശ്രദ്ധിച്ചേ. ഒന്ന് രണ്ട് കാര്യം കൂടെ ഞാനൊന്ന് ഓർപ്പിക്കട്ടെ. ശ്രദ്ധിച്ച് കേട്ടോണേ. ഇരിക്കണമെങ്കിൽ ഇരുന്നാൽ മതി, നിൽക്കുന്നതിനൊന്നും കുഴപ്പമില്ല. നമുക്കൊക്കെ ഒന്നിച്ചങ്ങോട്ട് നിൽക്കാവുന്നേ. ഈ കാലഘട്ടത്തിൽ ഒന്നിച്ച് നിൽക്കാൻ നിയോഗമുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. നിങ്ങൾ പവർഷനോട് ചേർന്ന് നിൽക്കണം. ഞങ്ങൾ ചുമ്മാതെ ആരംഭിച്ച ഒരു കാര്യമല്ലിത്. കോവിഡ് ഏറ്റവും രൂക്ഷമായിരിക്കുന്ന സമയത്ത് ഇവിടുത്തെ പഴയ സ്റ്റുഡിയോയുടെ അകത്ത് മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ കർത്തൃദാസന്മാർ കേട്ട ശബ്ദമോ എൻ ടൈം ഗ്ലോബൽ റിവൈവൽ, അന്ത്യകാല ആഗോള ഉണർവ്. ഞങ്ങളന്ന് ദൈവത്തോട് പറഞ്ഞു, അങ്ങനെ ഒരു ഉണർവുണ്ടെങ്കിൽ ഞങ്ങൾ കാഴ്ചക്കാരല്ല, ഞങ്ങൾ പങ്കുകാരാ. മാസം 1 കോടി രൂപ ആവശ്യമുള്ള ഒരു ശുശ്രൂഷയായത്. ഇവിടുത്തെ ചെയർമാന്റെ മുഖത്തോ ഇവിടുത്തെ മറ്റു പ്രിയപ്പെട്ടവരുടെ മുഖത്തോ അതിൻ്റെ ആശങ്കയില്ലാത്തതിൻ്റെ കാരണം, ടെൻഷൻ ഇല്ലാത്തതിൻ്റെ കാരണം, ഇത് ആരംഭിച്ചവൻ ആരാണെന്ന് ഞങ്ങൾക്കറിയാം. ഇന്ന് വരെ ഒരു നിമിഷം പോലും ഇതിനകത്തെ ഒരു സെക്കൻഡ് പോലും ഇത് മുടങ്ങാതെ നടത്തിയ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണെങ്കിൽ ആകാശത്തിൻ്റെ കിളിവാതിൽ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം, നിങ്ങൾ പരിശ്രമിക്കണം. ഈ 100 മണിക്കൂർ പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്നപ്പോൾ ദൈവം ശക്തമായി തന്നൊരു നിയോഗമാ. ഇങ്ങനെ ഇത്രയും ദൈവമക്കൾ ഇവിടെ ഒന്നിച്ചപ്പോൾ ഇത് ഇത്രമാത്രം ദൈവപ്രവർത്തിയാണെങ്കിൽ ഇതൊന്ന് ഫുൾ ഫ്ലെഡ്ജിൽ ഓടിയാലോ. ഇവിടുത്തെ മേളിലുള്ള റൂമുകളും എല്ലാം സെറ്റായി ഇവിടെ വരുന്ന ആളുകൾ എവിടെയും പോയി താമസിക്കാതെ ഇവിടുത്തെ കോമ്പൗണ്ടിൽ താമസിച്ച് യോഗത്തിനകത്ത് പങ്കെടുക്കുന്ന ഒരു കാലം ഇതിനകത്തുണ്ടാകുകയാണ്. നടക്കും, എനിക്ക് ഉറപ്പാ. ഇത് കഴിയുമ്പോ അങ്ങനെ ഒരു ദൈവപ്രവർത്തി ഈ കോമ്പൗണ്ടിലെ ദൈവം അങ്ങനെ സ്വത്രം സ്ഥലം തരാൻ ദൈവം ഉപയോഗിച്ച കർത്തൃദാസന മാത്യുശാക്കോ സാറ്. 83 വയസ്സുണ്ട്. എല്ലാ ചൊവ്വാഴ്ചയും ഇവിടെ ഓടി വരും ഉണർവ് കാണാനാ. എനിക്കറിയാം ഇനി ഇച്ചിരി സ്ഥലം കുറവാണെങ്കിൽ സാർ മേടിച്ചാണെങ്കിലും തരും. സ്തോത്രം. കാര്യം ഇവിടുത്തുകാരനായതുകൊണ്ട് അതിന് അദ്ദേഹത്തിന് ഭയങ്കര കാഴ്ചപ്പാടുള്ള മനുഷ്യനാ. സ്തോത്രം. ഇതൊരു വലിയ ഹബ്ബാ, ഇതൊരു റിവൈവൽ സെന്ററാ, ഇത് ഉണർവിന്റെ വേദിയായി മാറുന്ന ദിവസങ്ങളാ. സ്തോത്രം. ഇത് കപ്പലാ, നമ്മൾ ഓരോരുത്തരും കപ്പലാ, കൊതുമ്പ് വള്ളങ്ങളല്ല. ഇതിനെ കെട്ടിയിടാൻ ആർക്കും എന്ത് ചെയ്യത്തില്ല. കപ്പലിനെ വിളിച്ചത് എന്തിനാ? തിരമാല കണ്ട് അറച്ചു നിൽക്കാനാണോ? പറ. കപ്പലിനെ വിളിച്ചത് എന്തിനാ? തിരമാലകളെ മുറിച്ചു പോകാനല്ലേ? ആൻറ്റി, നിങ്ങളുടെ മേൽ ദൈവം പകർന്നിരിക്കുന്ന അഭിഷേകം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. യെസ്. 107-ാമത്തെ സങ്കീർത്തനത്തിൽ ഇസ്രയേൽ എന്ന കപ്പലിനെ ഞാൻ കണ്ടു. സ്തോത്രം. 105 ഈജിപ്തിൽ നിന്നുള്ളവരുടെ പുറപ്പെട, 106
ദൈവത്തിൻ്റെ ജനത്തോടുള്ള ദൈവത്തിൻ്റെ ദീർഘക്ഷമയുടെ സങ്കീർത്തനമാണ്. 107 ബാബിലോണിലെ അടിമത്തത്തിൽ നിന്ന് ജനത്തെ ദൈവം വിടുവിക്കുക. മറന്നുപോകരുത്. 105 സങ്കീർത്തനം എക്സോഡസ് ഫ്രം ഈജിപ്റ്റ്, മിസ്രൈമിൽ നിന്നുള്ള പുറപ്പാട്. 106 സങ്കീർത്തനം തൻ്റെ ജനത്തോടുള്ള ദൈവത്തിൻ്റെ ഫേവർ. 107 സങ്കീർത്തനം ബാബിലോണിയ അടിമത്തത്തിൽ നിന്ന് ദൈവം ജനത്തെ എന്ത് ചെയ്യുകയാണ്? വിടുവിക്കുകയാണ്. സ്തോത്രം. ഈ ബാബിലോണിയ അടിമത്തത്തിൽ ഇവർക്ക് നഷ്ടമായത് 5 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം 107 സങ്കീർത്തനത്തിൻ്റെ 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. എന്താണെന്നറിയാമോ? ഒന്നാമത്തെ കാര്യം 107 സങ്കീർത്തനത്തിൻ്റെ 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചേ. 4 മുതൽ അവർ മരുഭൂമിയിൽ ജനസഞ്ചാരമില്ലാത്ത വഴിയിൽ ഉഴന്നു നടന്നു, പാർപ്പാൻ ഒരു പട്ടണം അവരെന്ത് ചെയ്തില്ല, കണ്ടെത്തിയില്ല. അന്നേരം 4 മുതൽ 9 വരെ പറയുമ്പോൾ അവർക്കുണ്ടായ ഒന്നാമത്തെ നഷ്ടം, they lost their ways, വഴികൾ നഷ്ടപ്പെട്ടു. എന്തോ ഇല്ല പറ. ചിലരൊക്കെ പറയാറുണ്ട്, പാസ്റ്ററേ ഭയങ്കര കടഭാരവാ, രക്ഷപ്പെടാൻ ഒരു വഴിയും കാണുന്നില്ല. അപ്പോൾ ഒന്നാമത്തെ അവരുടെ നഷ്ടം, അവർക്ക് എന്ത് ചെയ്തു? വഴി നഷ്ടപ്പെട്ടു. ഇനി രണ്ടാമത്തെ നഷ്ടം 107 സങ്കീർത്തനത്തിൻ്റെ 10 മുതൽ 16 വരെയുള്ള വാക്യ. എന്താ നഷ്ടപ്പെട്ടത്? ദൈവത്തിന് സ്തോത്രം. They lost their freedom, അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. മനസ്സിരുന്നോണെ കപ്പല, പക്ഷേ ഇപ്പം എന്തോ ഇല്ല, വഴിയില്ല. കപ്പല, എന്തോ ഇല്ല, സ്വാതന്ത്ര്യം ഇല്ല. സ്തോത്രം. ഇനി 107 17 മുതൽ 22 വരെയുള്ള വാക്യം, 17 വാക്യം ആരംഭിക്കുക. എന്താ? ഭോഷന്മാർ തങ്ങളുടെ ലംഘനങ്ങൾ ഹേതുവായും തങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തവും കഷ്ടപ്പെട്ടു. അവർക്ക് സകലവിധ ഭക്ഷണത്തോടും എന്ത് തോന്നി? വെറുപ്പ് തോന്നി. ഈ കപ്പ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോന്നും രുചിയില്ലെന്ന്. ചക്കയാണെങ്കിൽ ചക്ക കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോന്നുന്നു ചക്കയ്ക്ക് രുചിയില്ല. ബാർബിക്യൂ ആണെങ്കിൽ എന്നാ കാര്യം? They lost their health. അവരുടെ ആ നാവിൻ്റെ രുചി പോലും അവർക്ക് എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. സ്തോത്രം. ഇനി അടുത്തത് അവർക്ക് എന്താ നഷ്ടപ്പെട്ടത്? അപ്പം വഴി നഷ്ടപ്പെട്ടു, സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു. ഇനി 23 മുതലുള്ള വാക്യം വായിച്ചേ. 23 മുതലുള്ള വാക്യം, കപ്പൽ കയറി സമുദ്രത്തിൽ ഓടിയവർ, പെരുവെള്ളത്തിൽ വ്യാപാരം ചെയ്തവർ. പണ്ടവർ വലിയ 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 കാര്യമൊക്കെ ചെയ്തവരാ. പക്ഷെ ഇപ്പൊ എന്ത് ചെയ്തിരിക്കുക? They lost their hope. അവരുടെ പ്രത്യാശയും പ്രതീക്ഷയും എന്ത് ചെയ്തിരിക്കുക? നഷ്ടപ്പെട്ടിരിക്കുക. ഇനി 33 മുതലുള്ള വാക്യം, 107 33 മുതലുള്ള വാക്യം, നിവാസികളുടെ ദുഷ്ടത നിമിത്തവും അവൻ നദികളെ മരുഭൂമിയും നീരുറവകളെ വരണ്ട നിലവും ഫലപ്രദമായ ഭൂമിയെ ഉവർനിലവുമാക്കി. ഇങ്ങനെ അടുത്തത് പറയുകയാണ്. എന്താ? They lost their hope. അവരുടെ വീട് അവർക്ക് നഷ്ടപ്പെട്ടു. അപ്പൊ 5 നഷ്ട. സംഭവം കപ്പല, പക്ഷെ വഴിയില്ല, സ്വാതന്ത്ര്യമില്ല, ആരോഗ്യമില്ല, പറ, പ്രത്യാശയില്ല, വീടില്ല. വഴിയില്ല, ആരോഗ്യമില്ല, വീടില്ല, പ്രത്യാശയില്ല, എല്ലാം കെട്ടപ്പെട്ട് കിടക്കുക. പക്ഷെ കർത്താവ് പറയാ അങ്ങനെ ഇരിക്കത്തില്ല. ഇന്ന് പകൽ നിന്റെ കെട്ടു ഞാൻ അഴിക്കുക. യെസ്, വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞേറ്റെടുക്ക. എൻ്റെ കെട്ടാരഴിച്ചിരിക്കുക. യഹോവയ്ക്കോ അവൻ്റെ അഭിഷക്തനുമെതിരെ ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത് നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളയാ. ഞങ്ങൾക്ക് കെട്ടിയിരിക്കുന്ന കൊരിയർ ഇതാണ്. കപ്പലിനെ ഏതൊക്കെയോ പായ്മരത്തിൽ കെട്ടി ഒരു സെക്കൻഡ് പോലും മുന്നോട്ട് പോകാൻ അനുവദിക്കാതെ കെട്ടിവെച്ചിരിക്കുന്ന ആ കയറിന് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് എന്നേക്കുമായി അഴിക്കുന്നെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ,
ഇങ്ങനെ ദൈവം നിന്റെ കെട്ടഴിച്ച എന്താ സംഭവിക്കുന്നത്? ദൈവം നിന്റെ കെട്ടഴിച്ചാൽ അത് നിന്റെ കയർ അഴിഞ്ഞു കിടക്കുന്നു. ഇനിയും പായ്മരത്താൽ ആർക്കും നിന്നെ ചുരുട്ടി കെട്ടിക്കൂടാ. ഇനി അടുത്തത് പറയാ, പിടിച്ചു വറിച്ച വലിയ കൊള്ള അന്ന് വിവാഹിക്കപ്പെടും. അടുത്തത് പറയുക, മുടന്തരും കൊള്ളയിടും എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ദൈവം ഒരുവന്റെ കെട്ടഴിച്ചു കഴിഞ്ഞാൽ അവൻ അനുഭവിക്കുന്നത് കൊള്ളയാണ്. കൊള്ള എന്ന് പറഞ്ഞാൽ എന്താ? വിലയേറിയ വസ്തുക്കൾ. ഒരു സ്ഥലത്ത് നിന്ന് കള്ളൻ കൊള്ളയിടുന്നത് ഉപ്പ് ചരട്ടൻ ജീരകഭരണിയല്ല. ഒരു സ്ഥലത്ത് നിന്ന് കള്ളൻ കൊള്ളയിടുന്നത് വിലയേറിയ സ്വർണമാ. ഇന്ന് പകൽ കെട്ടഴിഞ്ഞ ചിലര്, ദൈവരാജ്യത്തിലെ വിലപ്പെട്ട ചിലത് സ്വീകരിക്കുന്ന പകല. ജീസസ്. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ, അന്ന് മുടന്തരും കൊള്ളയിടും. ആരാ? മുടന്തരും എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ? ശാരീരിക വൈകല്യം. കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്ററിന്റെ അടുക്ക വന്നു. 30 കൊല്ലമായിട്ട് കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരു ദൈവ മനുഷ്യനാ, ശക്തനായ ഒരു അഭിഷക്തനാ. അതൊക്കെ എന്നോട് സ്വകാര്യമായി പങ്കുവെച്ചൊരു ദുഃഖമുണ്ട്. പാസ്റ്റർ, കർത്താവിന്റെ കൃപയാൽ എല്ലാ ശുശ്രൂഷയും ചെയ്യുന്നു, പക്ഷെ എനിക്കൊരു നൊമ്പരമുണ്ട്. എൻ്റെ കാലിന്റെ ശാരീരിക സ്ഥിതി അനുവദിക്കാത്തത് കൊണ്ട് എനിക്ക് വെള്ളത്തിൽ ഇറങ്ങി നിന്ന് സ്നാനപ്പെടുത്താൻ പറ്റുന്നില്ല. എന്നാൽ എനിക്കൊരു വാഗ്ദത്തമുണ്ട്. എനിക്ക് വെള്ളത്തിൽ ഇറങ്ങി നിന്ന് സ്നാന ശുശ്രൂഷ ചെയ്യാൻ അധികാരം ദൈവം തരുമെന്ന് എനിക്കൊരു വാഗ്ദത്തമുണ്ട്. അന്നേരം ഞാൻ നമ്മുടെ രാജു പൗവക്കാല പാസ്റ്റർ കാര്യം അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കി. അദ്ദേഹത്തിന്റെ ഒരു പ്രായം വരെ ശാരീരികമായി പോളിയോ എന്ന രോഗം നിമിത്തം ബന്ധിക്കപ്പെട്ടിരുന്ന അഭിഷേകനെ ദൈവം തൊട്ട് കഴിഞ്ഞപ്പോൾ ഇന്ന് കേരളത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മധ്യ തിരുവിതാംകൂറിൽ 1000-ലധികം ആളുകൾ കൂടുന്ന ഒരു സഭയുടെ പാസ്റ്ററായി ദൈവം അഭിഷേകം ചെയ്തത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു എൻ്റെ അറിവനുസരിച്ച് ഒട്ടുമിക്ക സ്നാന ശുശ്രൂഷകളും അദ്ദേഹമാണ് വെള്ളത്തിലിറങ്ങി നടത്തുന്നത്. ആ തരത്തിൽ അദ്ദേഹത്തിന്റെ കാലുകളെ പേടമാൻ കാലിന് തുല്യമായ കാലോടുകൂടെ ബലപ്പെടുത്തിയ ഒരു ദൈവമുണ്ടെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട നിന്നെ, ഒറ്റപ്പെട്ട നിന്നെ, ഒതുങ്ങിപ്പോയ നിന്നെ, ഈ കൊള്ളയുടെ കാര്യം കൂടെ പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കയറുക. അനുഗ്രഹിതനായ കർത്തൃദാസൻ പ്രിൻസ് പാസ്റ്റർ നേതൃത്വത്തിൽ ദൈവാസന്മാരും മുന്നോട്ട് വരും പ്രാർത്ഥനയ്ക്ക് വേണ്ടി. സ്തോത്രം. ഈ ദൈവ പാർശ്വവൽക്കരിക്കപ്പെട്ടവനെ തൊട്ട് കഴിഞ്ഞാൽ പിന്നെന്ന് പറഞ്ഞ കൊള്ളയാ. എന്താ ഈ കൊള്ള? ഈ ഒരുത്തനോട് ദൈവം, ഒതുങ്ങിപ്പോയ ഒരു മനുഷ്യനുണ്ട് കേട്ടോ, അയാളോട് ദൈവം പറഞ്ഞ് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാനങ്ങ് പ്രാർത്ഥിക്കാം. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വന്നേ. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാമത്തെ അധ്യായം. 45-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 5-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം, നീ പോകുന്ന എല്ലായിടത്തും. ആ വാക്യം ഒന്ന് വായിച്ചേ. നീ പോകുന്ന എല്ലായിടത്തും ഞാൻ നിന്റെ ജീവനെ നിനക്ക് കൊള്ള പോലെ തരും എന്നിങ്ങനെ നീ അവനോട് പറയണം. നീ അവനോട് പറയണം. ഒരുത്തനോട് ദൈവം പേഴ്സണലായിട്ട് പറയുക. രാജ്യങ്ങളോട് ദൈവം സംസാരിച്ചിട്ടുണ്ട്, രാജാക്കന്മാരോട് ദൈവം സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത, രാജ്യങ്ങളോടും രാജാക്കന്മാരോടും മാത്രം സംസാരിക്കുന്ന ദൈവമല്ല, സാധാരണക്കാരനോട് ഒരു മാനദണ്ഡവും നോക്കാതെ വളരെ വ്യക്തിപരമായി സംസാരിക്കുന്ന ഒരു ദൈവമാ. മറ്റു പലരും സ്റ്റാറ്റസ് നോക്കി മാത്രം സംസാരിക്കുമ്പോൾ ഈ പകൽ ഒതുങ്ങപ്പെട്ടിരിക്കുന്ന ഏത് സാധാരണക്കാരനെയും തൊട്ട് സംസാരിക്കുന്ന ഒരു ദൈവമാ നാം സേവിക്കുന്ന ദൈവം.
ഒരുത്തനോട് ദൈവം പറയുക, നിന്റെ പ്രാണനെ ഞാൻ എന്ത് ചെയ്യും? കൊള്ള പോലെ തരും. നിന്റെ പ്രാണനെ ഞാൻ കൊള്ള പോലെ തരും. ആരോടാ? 45:1 യോശിയാവിന്റെ മകനായ യഹൂദ രാജാവായ യെഹോയാക്കീമിന്റെ 4-ാം ആണ്ടിൽ നേര്യാവിന്റെ മകൻ ബാരൂക്ക് ഈ വചനങ്ങളെ യിരെമ്യാവിന്റെ വായ്മൊഴി പ്രകാരം ഒരു പുസ്തകത്തിൽ എഴുതിയപ്പോൾ, അപ്പൊ ഈ ബാരൂക്കിനോടാ ദൈവം പറയുന്നത്, നിന്റെ പ്രാണനെ ഞാൻ എന്ത് ചെയ്തു തരും? കൊള്ള പോലെ തരും. ബാരൂക്കിന്റെ പണി എന്താ? യിരെമ്യാവ് പറയുന്നതെല്ലാം എഴുതുക. അപ്പം അക്ഷരാഭ്യാസം ഉള്ളവനാ, വിദ്യാഭ്യാസം ഉള്ളവനാ. സ്തോത്രം. വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? എഴുതാൻ. പിന്നെ ദൈവം കൃപ കൊടുത്താൽ എഴുതാൻ പറ്റും. അപ്പം യിരെമ്യാവ് പറയുന്നതല്ല എഴുതുന്ന. യിരെമ്യാവ് ബാല്യത്തിലെ പ്രവാചകനായ ആളാ. അതുകൊണ്ട് എൻ്റെ ഒരു ചിന്തയനുസരിച്ച് ഈ പ്രവചന ശുശ്രൂഷ കൊച്ചിലെ മുതൽ ചെയ്ത, ഞാനും അങ്ങനെ തന്നെയായിരുന്നു. 11 വയസ്സ് മുതൽ ചെയ്യുന്നുണ്ട്. മിക്കവാറും ഒക്കെ രാത്രി പോയി തമിഴ്നാട്ടിൽ പ്രസംഗിച്ചേച്ച് തിങ്കളാഴ്ച രാവിലെ വന്ന് ക്ലാസ്സിൽ ഇരുന്ന് ഉറങ്ങുമായിരുന്നു. അങ്ങനെ ഉറങ്ങിയ ഒരു ദിവസത്തിലെ ഈ വളയനാട്ടെ സാറാമ്മ ടീച്ചർ എന്ന് പറയുന്ന ടീച്ചർ ഭയങ്കര കർക്കശക്കാരി. ഇപ്പം കേട്ടോണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിമിത്തമാണ് പുള്ളിക്കാരത്തെ സ്നാനപ്പെട്ടത്. അന്നേരം ഞാൻ ഉറങ്ങിയപ്പോൾ എന്നെ ക്ലാസ്സിൽ നിന്ന് പിടിച്ച് പുറത്താക്കി. പുറത്ത് നിർത്തിച്ച് പറഞ്ഞ് നാളെ പപ്പായം വിളിച്ചുകൊണ്ട് വന്ന് കയറിയാൽ മതി എന്ന് പറഞ്ഞു. അന്നേരം പിറ്റേ ദിവസം പപ്പായം കൊണ്ട് ചെന്നപ്പം സാറാമ്മ ടീച്ചർ ചോദിച്ചു, ഇവൻ എന്നെ എല്ലാ തിങ്കളാഴ്ചയും വന്നിരുന്ന് ഉറങ്ങുന്നത്. അന്നേരം പപ്പ പറഞ്ഞു, ഇവനൊരു കൃപയുണ്ട്, അതുകൊണ്ട് ഞങ്ങളിങ്ങനെ തമിഴ്നാട്ടിൽ ശുശ്രൂഷയ്ക്ക് പോകും, രാത്രി പിന്നെ തിരിച്ചു വരുമ്പോൾ ഉറങ്ങാറില്ല, അങ്ങനെ നേരെ സ്കൂളിലോട്ടാണ് വരുന്നത്, അതുകൊണ്ടാണ് ഇരുന്ന് ഉറങ്ങുന്നെന്ന് പറഞ്ഞു. അപ്പം ടീച്ചറിന് എന്തോ വലിയൊരു ആകാംക്ഷയൊക്കെ തോന്നിയിട്ട് ടീച്ചർ എന്നെ കൊണ്ട് ഒരു സ്റ്റാഫ് റൂമിൽ പോയിരുന്നു പ്രാർത്ഥിക്കാൻ തുടങ്ങി. ടീച്ചർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ടീച്ചർ നേരിടുന്ന അവസ്ഥകളെക്കുറിച്ച് പച്ചിലേം കത്രികയും പോലെ ദൈവാത്മാവ് ഇങ്ങനെ കൊണ്ട് ദൂത് പറയാൻ തുടങ്ങി. ഇത് പറഞ്ഞപ്പോഴത്തേന് ടീച്ചർ ഒന്ന് രക്ഷിക്കപ്പെട്ടു. ടീച്ചർ സ്നാനപ്പെട്ടു. ടീച്ചർ റാന്നി ശാലേം IPC സഭയെ കുടുംബമായിട്ട് ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ടീച്ചറിൻ്റെ മോനാണ് എൻ്റെ പപ്പായുടെ ചേട്ടൻ്റെ മോളെ കല്യാണവും കഴിച്ചത്. ഞാൻ പറഞ്ഞത് ദൈവത്തിന് സ്തോത്രം. അപ്പം ഈ ബാരൂക്ക് ഇങ്ങനെ ഒതുങ്ങിപ്പോയപ്പം ദൈവത്തിന് സ്തോത്രം, യിരെമ്യാവ് ഇങ്ങനെ പ്രവചിക്കുക. അതുകൊണ്ട് പുള്ളിക്ക് പഠിക്കേണ്ട സമയത്തൊന്നും എന്ത് ചെയ്യാൻ പറ്റിയില്ല, പഠിക്കാൻ പറ്റിയില്ല ആ സമയം. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? പഠിച്ചില്ലെന്നൊന്നും കൊണ്ട് പേടിക്കൊന്നും വേണ്ട, അഭിഷേകം നിനക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ തൊട്ടിപ്പുറത്ത് എഴുതാനൂടെ ചിലരെ ദൈവം എന്ത് ചെയ്യും? ഇവിടൊക്കെ ഭയങ്കര കഴിവുള്ള ചെറുപ്പക്കാർ പിള്ളേരാണ് ഇവിടെ നിൽക്കുന്ന മുഴുവൻ. അല്ലെ ഈ 100 മണിക്കൂർ പ്രാർത്ഥനയൊക്കെ ഇങ്ങനെ നടക്കുമോ? 66 പ്രസംഗവും പിന്നെ 106 പാട്ടും. എനിക്ക് തോന്നുന്നത് എത്ര പാട്ടുകാർ ഇവിടെ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. എത്ര സിസ്റ്റമാറ്റിക്കായിട്ട് അവരിത് ചെയ്യുന്നേ. സ്വോത്രം. ഇവരെല്ലാവരും ഭയങ്കര ഹൈ പൊട്ടൻഷ്യൽ ഉള്ളവരാ. ദൈവം വരെ ഞങ്ങൾക്ക് തന്നിരിക്കുക. ഗൂഗിൾ ഷീറ്റ് ആന്നേ എനിക്കറിയത്തുള്ളൂ, ഗൂഗിൾ ഷീറ്റ് എന്താന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഗൂഗിൾ ഷീറ്റ് അറിയാവുന്നവരെ ദൈവം എന്ത് ചെയ്തിരിക്കുക? തന്നിരിക്കുക. സ്വോത്രം. അതുകൊണ്ട് എല്ലാവരോടും ഇന്നെനിക്ക് പവർഷനിലെ സ്റ്റാഫിനോടാണ് ഏറ്റവും കൂടുതൽ പ്രസംഗിക്കാനുള്ളത്. അതുകൊണ്ട് ഹെഡ്സെറ്റ് മാറ്റി വെച്ചു നിങ്ങൾ കേട്ടോണം. സ്വോത്രം. നോക്കിക്കേ, ബാരൂക്ക് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. എല്ലാ ദിവസവും എഴുത്താം, എല്ലാ ദിവസവും ഒരേ ഒരു കാര്യം ചെയ്യും. സ്തോത്രം. അപ്പം ഈ ബാരൂക്ക് ഈ ഭാഗം യിരെമ്യാവ് 25, യിരെമ്യാവ് 45 ഇതെല്ലാം ഒന്നിച്ചുള്ള ഒരു കാര്യമാണ് കേട്ടോ. അതുകൂടെ ഓർത്തോണം. സംഖ്യാശാസ്ത്ര പ്രകാരം ഒന്നിച്ചുള്ള ഒരു കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. യിരെമ്യാവ് 25, 45 എല്ലാം. അന്നേരം എഴുതിക്കൊണ്ടിരിക്കുക. യെഹോയാക്കീമിൻ്റെ 4-ാമത്തെ ആണ്ടിൽ യിരെമ്യാവ് പറയുന്ന വചനങ്ങൾ ബാരൂക്ക് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. എല്ലാ ദിവസമായപ്പോഴത്തേനും ബാരൂക്കിന് ഇതങ്ങ് മടുത്തു. എന്നും ഇത് തന്നെ. അപ്പം ബാരൂക്ക് ഒരു ചെറിയ ശ്രമം നടത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും ജർമ്മനിക്കും ഓസ്ട്രേലിയക്കും കാനഡയ്ക്കും പോവല്ലേ. എന്നാൽ പിന്നെ വിദ്യാഭ്യാസമുള്ള ഞാൻ എന്നും ഈ പോർഷനിൽ തന്നെ നിൽക്കാതെ ഒന്ന് CV അയച്ചു കൊടുത്താലോ? അങ്ങനെ ചിന്തിച്ചെന്നാ എനിക്ക് ഈ വചനത്തിൽ പറയാനായിട്ട് പറ്റുന്നത്. ദൈവത്തിന് സ്തോത്രം. കാരണം 5-ാം വാക്യത്തിൽ 45:5 പറയുന്നുണ്ട്, എന്നാൽ നീ നിനക്കായിട്ട് വലിയ കാര്യങ്ങളെ ആഗ്രഹിക്കുന്നുവോ? എൻ്റെ പൊന്നു കുഞ്ഞെ, വലിയ ഉണർവിനകത്ത് ദൈവം നിന്നെ കൊണ്ട് നിർത്തിയിരിക്കുമ്പോൾ കാനഡയിൽ പോകുന്ന കാര്യം നീ മാറ്റിവെക്ക. സ്വോത്രം പറഞ്ഞില്ല. പറയുന്നവരെ ഓർത്ത് ഞാൻ സ്വോത്രം പറയുക. കർത്താവിൻ്റെ ദാസൻ പസവിയെ തമ്പിച്ചാൻ ഇന്ന് നിത്യത വിശ്രമിക്കുക.
അദ്ദേഹത്തിൻ്റെ സഭയുടെ ഭാഗമായി ശുശ്രൂഷിച്ച കാലത്ത് ഒറ്റ കാര്യത്തിലെ ഞങ്ങൾ തമ്മിൽ പിണങ്ങിയിട്ടുള്ളൂ, ഒരേ ഒരു പ്രാവശ്യം. അത് മറ്റൊരു കാര്യത്തിന് വേണ്ടിയല്ല. ഞാൻ ഇങ്ങനെയൊന്നും ശുശ്രൂഷയിൽ പ്രയോജനപ്പെടാത്ത ആരും അറിയാത്ത ഒരു കാലത്ത് തമ്പിച്ചാൻ എനിക്ക് വലിയൊരു ഓഫർ തന്നു. കുടുംബമായിട്ട് ഞങ്ങളെ വിളിച്ചേച്ച് ചിങ്ങവനത്ത് കൊണ്ടുപോയിച്ച് പറഞ്ഞു, കാനഡയിൽ നമുക്കൊരു സഭ തുടങ്ങണം, അതിന് ദൈവം ഒരു നിയോഗം എനിക്ക് തന്നിരിക്കുന്നു, ഞാൻ നോക്കിയിട്ട് അതിന് പറ്റിയ ഒരാൾ നീ പോകണം. 1.5 മണിക്കൂർ സംസാരിച്ചു. എനിക്കങ്ങനെ ഒരു നിയോഗം കിട്ടാഞ്ഞുകൊണ്ട് തമ്പിച്ചാനോട് ആദ്യവും അവസാനവുമായിട്ട് ആ കാര്യത്തിൽ ഞാൻ നോ പറഞ്ഞു. തമ്പിച്ചാൻ പറഞ്ഞു, ശരിക്കും ആലോചിച്ചേ നോ പറയാവൂ. പക്ഷേ ശരിക്കും ആലോചിച്ചേച്ച് പറഞ്ഞതാ, അതൊരിക്കലും നഷ്ടമായെന്ന് എനിക്കിന്ന് തോന്നുന്നില്ല. സ്തോത്രം. ഞാനൊരു കാര്യം സത്യമായിട്ടും പറയട്ടെ, എല്ലാവരും പോകുന്ന കണ്ടുകൊണ്ട് നീ എന്ത് ചെയ്യരുത്, പോകരുത്. അപ്പം ബാരൂക്കിനൊരു പോകണമെന്നൊരു തോന്നിയപ്പം ബാരൂക്ക് ചെറിയ പുള്ളിയൊന്നുമല്ല. ബാരൂക്കിൻ്റെ കുടുംബക്കാരെല്ലാം ഭയങ്കര സ്റ്റാറ്റസ് ഉള്ള ആൾക്കാരാണ്. അങ്ങനെ ആ വചനം പറയുന്നത് ഒന്ന് വായിച്ച്. ഇരമ്യാവ് 51:59. ഒരു 2 മിനിറ്റ് കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരാവേ. 51:59 ഒന്ന് വായിച്ച്. ഈ ബാരൂക്കിൻ്റെ സഹോദരൻ്റെ പ്രത്യേകത എന്താണെന്നൊന്ന് വായിച്ച്. 51:59 വേഗം. യഹൂദ രാജാവായ സിദെക്കീയാവിന്റെ വാഴ്ചയുടെ 4-ാം ആണ്ടിൽ അവനോട് കൂടെ മഹസയാവിന്റെ മകനായ നേര്യാവിന്റെ മകനായ സെരായാവ്. ഉണ്ടോ, നമ്മൾ പറഞ്ഞു നേര്യാവിന്റെ മകൻ ബാരൂക്ക്. ബാരൂക്കിന്റെ സഹോദരന്റെ പേരാണ് നേരയാവിന്റെ മകനായ സെദക്കിയാവ്. എന്താ ഇവന്റെ പണി എന്താണെന്ന് നോക്കിക്കേ. പ്രയാണാധ്യക്ഷനായി ബാബേലിലേക്ക് പോകുമ്പോൾ ഉണ്ടോ. അപ്പൊ ബാബേൽ രാജാവിന്റെ ഈ ഇസ്രയേൽ രാജാവിന്റെ പ്രയാണാധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ അതൊരു മിലിറ്ററി ടേമാ. ക്വാർട്ടർ മാസ്റ്റർ എന്നാണ് ഇംഗ്ലീഷിൽ അതിനെക്കുറിച്ച് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മിലിറ്ററിയിലെ ലോജിസ്റ്റിക്സ് ആ സംഭവങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഹെഡാണ് പ്രയാണാധ്യക്ഷൻ. അപ്പം നേര്യാവിൻ്റെ മകനായ സെദക്കിയാവ് ആരാണ്? പ്രയാണാധ്യക്ഷൻ. ബാരൂക്ക് ആരാണ്? പ്രവാചകന്റെ എഴുത്തുകാരൻ. ബാരൂക്ക് പ്രവാചകന്റെ എഴുത്തുകാരനും മറ്റേ പുള്ളിക്കാരൻ രാജാവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി. സ്വത്രം. അപ്പം ബാരൂക്കിന് മടുത്തിട്ട് പുള്ളി കുറച്ച് CV ഒക്കെ അയച്ചു കൊടുത്തു. ആർക്കാ? സെരയാവിന് ഉൾപ്പെടെ അയച്ചു കൊടുത്തേച്ച് പറഞ്ഞു, ചേട്ടാ എനിക്ക് മടുത്തു. ദൈവത്തിന് സ്തോത്രം. ഇച്ചിര എന്നെ മടുക്കാൻ കാരണം 43:6 പറയുന്നുണ്ട്, ഇരമ്യാവും ബാരൂക്കും അവരുടെ ഹിതപ്രകാരമല്ലാതെ ഈജിപ്തിലേക്ക് പോയി. ഈ പ്രവാചകൻ പ്രവചിക്കുന്നത് മുഴുവൻ കോടാലിയ. സ്തോത്രം. അതുകൊണ്ട് ഇപ്പം എന്ത് ചെയ്തിരിക്കുക? പിടിച്ചെടുത്തോണ്ട് ഇവിടെ കൊണ്ടുപോയിരിക്കുക, ഈജിപ്തിൽ. അന്നേരം ഇങ്ങേര് കിടന്ന് കഷ്ടപ്പെടുക. ഈ പുള്ളിയുടെ കൂടെ ഇങ്ങനെ എത്ര കാലം പോകും? ഈ പുള്ളിക്കാരൻ്റെ കൂടെ നിന്നാൽ എനിക്ക് ഭാവി ഉണ്ടാകുമോ? ഈ പൗരുഷന് തുച്ഛമായ ശമ്പളത്തിൽ എത്ര കാലം ജോലി ചെയ്യും? ഇതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇതൊക്കെ ഇങ്ങനെ ചിന്തിച്ച് അവനിങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ദിവസത്തിൽ ബാരൂക്കിനെ ദൈവം വിളിച്ചു പറയുകയാ, ബാരൂക്കേ നിന്നെ. അത് മാത്രമല്ല 36:26 ഇരമ്യാവിന് അറസ്റ്റ് വാറന്റ് വന്ന കൂട്ടത്തിൽ ബാരൂക്കിനും എന്ത് ചെയ്തിരിക്കുക? അറസ്റ്റ് വാറന്റ് വന്നിരിക്കുക. 36:17 ഇനിയും നല്ല ശാപ്പാടുണ്ടോ? വെജിറ്റേറിയൻ അല്ലാതെ വേറെ ഒന്നും ഇല്ല. ഞെരുക്ക്. ഇവിടുത്തെ കുഞ്ഞുങ്ങളെയൊക്കെ സമ്മതിക്കണം കേട്ടോ. ഇവരെല്ലാവരും ദൈവത്തിന് സ്തോത്രം ഈ പരിമിതികളെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ശുശ്രൂഷയുടെ ഭാഗമാകുന്നവരാ. അതുകൊണ്ട് പറയുക, ഞെരുക്കം കൊണ്ട് തളർന്നിരിക്കുന്നു. അപ്പോൾ ഫിസിക്കലി മെൻ്റലി എല്ലാം ഇവർ വല്ലാതെ എന്ത് ചെയ്തിരിക്കുക? തളർന്നിരിക്കുക. ഒരു ഹോപ്പുമില്ല, ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു പ്രതീക്ഷയില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പം മറ്റുള്ളവർക്ക് വേണ്ടി എഴുതിക്കൊണ്ട് ഈ പ്രതിസന്ധികളുടെ എല്ലാം നടുവിൽ ഇരിക്കുമ്പം 45:4 ദൈവം പറയുകയോ എന്താ പറയുന്നത്? 45:4 ഞാൻ പണിത് ഞാൻ തന്നെ ഇടിച്ചു കളയുന്നു, ഞാൻ നട്ട് ഞാൻ തന്നെ പറിച്ചു കളയുന്നു, ഭൂമിയിലെങ്ങും അങ്ങനെ തന്നെ എന്ന് പറഞ്ഞാൽ ദൈവം പറയുക, നീ ചെയ്യുന്നത് ചെറിയ പണിയല്ല, എനിക്കൊരധികാരമുണ്ട്. എന്താ എൻ്റെ അധികാരം? ഉറക്കെ പറ.
ഞാൻ നടും, ഞാൻ പറിക്കും, ഞാൻ നട്ടതിനെ ഞാൻ പറിക്കും. അപ്പം എൻ്റെ അധികാരമെന്ന് പറയുന്നത് അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയത്തില്ല. ആ അധികാരത്തിൻ്റെ ഭാഗമായിട്ട് നിന്നെ ഞാൻ മാറ്റുമെന്ന് മാത്രമല്ല, നിന്റെ ജീവന്റെ സംരക്ഷണത്തിനുള്ളത് എൻ്റെ അധികാരത്തിന്റെ ഭാഗമായി നിന്റെ മേൽ ഞാൻ വെളിപ്പെടുത്തും. എത്ര പേർക്ക് ഇന്ന് പകൽ വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? നല്ലൊരു സ്ഥലത്തോട്ട് മാറി ഇച്ചിരൂടെ ഫെയിമും ഒക്കെ ആകാൻ നീ ആഗ്രഹിക്കുമ്പോൾ, സഹോദരന്റെ റെക്കമെൻഡേഷനിൽ നല്ല ഒരു ജോലിക്ക് വേണ്ടി നീ ആഗ്രഹിക്കുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, ദൈവം പറയുക, ഡു നോട്ട് സീക്ക് ദം. അതൊന്നും നീ അന്വേഷിക്കണ്ട, അതെല്ലാം നീ നിർത്ത്. ഞാൻ നിന്നെ നീ മുട്ടുകുത്ത്, ദൈവസന്നിധി മുട്ടുകുത്ത്. ഞാൻ നിന്നെ ഒന്ന് ടച്ച് ചെയ്യാൻ പോവുക. ഞാൻ നിന്നെ ടച്ച് ചെയ്താൽ, ഫിലിപ്പോസിനെ എടുത്തോണ്ട് പോയതുപോലെ ഞാൻ നിന്നെ ടച്ച് ചെയ്താൽ, ഷാബാര നേരിയാവിന്റെ മകൻ സെദക്കിയാവിന്റെ സെരൂവിന്റെ ചരിത്രം ഇന്നില്ല. പക്ഷെ നേരിയാവിന്റെ മകൻ ബാരൂക്കിന്റെ ചരിത്രം ഇന്നും പ്രസംഗിക്കപ്പെടുന്നു. എന്നാ കാരണം? ഒരുത്തനെ ദൈവം ടച്ച് ചെയ്താൽ, ഇന്നും നീ എന്തെല്ലാം പ്രതിസന്ധി അനുഭവിച്ചാലും, ദൈവം ഒരുത്തനെ ടച്ച് ചെയ്താൽ, ദൈവം ഒരുത്തനെ സ്പർശിച്ചാൽ, ഈ 100 മണിക്കൂർ പ്രാർത്ഥനയുടെ അകത്ത് എനിക്ക് നിന്നോട് പറയാനുള്ള ഏറ്റവും വലിയ ദൂതിത, പരിമിതികൾ ഉണ്ടെങ്കിലും, ഞെരുക്കങ്ങൾ ഉണ്ടെങ്കിലും, വെല്ലുവിളികൾ ഉണ്ടെങ്കിലും, പോരാട്ടങ്ങൾ ഉണ്ടെങ്കിലും, മനസ്സിലാകുന്നവര് മാത്രം 2 കര ഉയർത്തിപ്പിടിച്ചോ. ആ കയ്യെ കർത്താവ് ഉറക്കെ വിളിക്കട്ടെ, യേശുവേ ഉറക്കെ വിളിക്ക. പിറവിയിലെ കുരുടനായിരുന്നവനെ ടച്ച് ചെയ്തവൻ, 38 വർഷമായിട്ട് കൊളക്കര കിടന്നവനെ ടച്ച് ചെയ്തവൻ, ഇന്ന് പകൽ ഇരമ്യാവിനെ ടച്ച് ചെയ്തവൻ, പൗലോസിനെ ടച്ച് ചെയ്തവൻ, യെഹെസ്കേലിനെ ടച്ച് ചെയ്തവൻ, അവൻ നിന്നെ ടച്ച് ചെയ്യുമ്പോ എന്റെ ഭാവി, because he lives I can face tomorrow. വിശ്വസിക്കുന്ന ദൈവമക്കൾ, ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. ഞെരുക്കം കൊണ്ട് തളർന്നിരിക്കുന്ന, ആകുലത കൊണ്ട് തളർന്നിരിക്കുന്ന, ആശങ്ക കൊണ്ട് തളർന്നിരിക്കുന്ന ആരാ ഈ വചനം മനസ്സിലായവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിന്ന്, പാസ്റ്റർ എനിക്കിങ്ങനെ, ഞാൻ ആയിരിക്കുന്നത് ഇങ്ങനത്തെ ഒരവസ്ഥയല്ല. എന്നെ ദൈവം ടച്ച് ചെയ്താൽ എൻ്റെ കയറുകളെല്ലാം അഴിയുമെന്നും, പിന്നൊരു പായ്മരത്തേലും ആർക്കും എന്നെ കെട്ടിവെക്കാൻ പറ്റത്തില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ കര ഉയർത്തി ഉറക്ക വിളിക്ക്, യേശുവേന്ന് വിളിക്ക്. പോരാ, ഉറക്ക വിളിക്ക്. ലോകമെമ്പാട് സഭ ഒരുമിച്ച് വിളിക്ക്. ആരാധന. എനിക്കറിയാം കർത്താവ് നിങ്ങളെ ടച്ച് ചെയ്യുക, കെട്ടഴിക്ക അവർ പോകട്ടെ. ഉപയോഗിക്കപ്പെടേണ്ട നീ ചരിത്രത്തിന്റെ ഭാഗമാകും, നീ ശുശ്രൂഷയുടെ ഭാഗമാകും, നീ ഉയർപ്പിന്റെ ഭാഗമാകും, നീ ഒരു അധികാരത്തിന്റെ ഭാഗമാകും. കർത്താവെ, വല്ലാത്ത പരിമിതികളുടെ നടുവില് ക്ലിപ്പേവും മാസം കേട്ട പ്രതിസന്ധിയെ അതേ മുള്ളിൽ ഒതുക്കി ദുഃഖം കടിച്ചമർത്തി നിസാൻ മാസം വരെ ദൈവവും ഭാഗം കാത്തിരുന്ന ഒരുവനെ ദൈവം ടച്ച് ചെയ്തപ്പോ 52 ദിവസം കൊണ്ട് ഒരു വലിയ പണി നടന്നെന്ന് മാത്രമല്ല, ഒരു വലിയ നിയോഗത്തിന്റെ ഭാഗമായി ചരിത്രത്തിന്റെ ബാറ്റൺ അവന്റെ മേൽ കൈമാറ്റം ചെയ്യപ്പെട്ടതുപോലെ പ്രതീക്ഷ നഷ്ടപ്പെട്ട്, സ്വസ്ഥത നഷ്ടപ്പെട്ട്, നന്മ നഷ്ടപ്പെട്ട് ആശങ്ക അനുഭവിക്കുന്ന ചിലരെ ഇന്ന് പകൽ ഈ 99ാമത്തെ മണിക്കൂറിൽ കർത്താവ് ടച്ച് ചെയ്യുന്നുണ്ടല്ലോ. ഞങ്ങളത് കാണുന്നു കർത്താവ്. സൈന്യത്താലല്ല, ശക്തിയാലല്ല, യഹോവയുടെ ആത്മാവിനാ. ഇവര് കപ്പലുകളാ, കാർമേഘങ്ങളെ മുറിച്ചു മാറി, തിരമാലകളെ മുറിച്ചു കീറി ചെല്ലണ്ടടത്തെത്താൻ, ആഗ്രഹിച്ച തുറമുഖത്തെത്താൻ മനസ്സു തുറന്ന് ഞാൻ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഫിലിപ്പോസിനെ പരിശുദ്ധാത്മാവ് എടുത്തോണ്ട് പോയതുപോലെ പരിശുദ്ധാത്മാവിന്റെ ടച്ചിങ് ചിലരെ എടുത്തോണ്ട് പോകുമല്ലോ.